പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമാവണ്ണം ഓരോ ദിനവും കാത്തു പരിപാലിക്കുന്നു. ഹല്ലേലൂയ. പുതിയൊരു മാസത്തിൽ ദൈവസന്നിധി നമുക്കായി തീരുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 6 മാസക്കാലവും ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു. അപ്പൻ്റെ കൃപയും പരിപാലനവും കൂടെ ഇരുന്ന് ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി നന്ദിയോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം 15-ാം വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയ മക്കളെ, ഏതു നേരത്തും, കഷ്ടകാലത്ത് മാത്രമല്ല, ഏതു നേരത്തും വിളിച്ചപേക്ഷിക്കുവാൻ പറ്റിയ ഒരേ ഒരിടം കർത്താവിൻ്റെ പാദപീഠം മാത്രമോ. കർത്താവിനോട് മാത്രമാണ് നമുക്കെല്ലാം പറയുവാൻ പറ്റുന്നത്. നമ്മുടെ ഏതവസ്ഥയും മനസ്സിലാക്കി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന നമ്മുടെ അപ്പച്ചനോട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യരോട് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധിയില്ലാതെ, വ്യവസ്ഥയില്ലാതെ ഏതു നേരത്തും എന്തും പറയാൻ പറ്റുന്നത് നമ്മുടെ അപ്പൻ്റെ കരങ്ങളിൽ, അപ്പനെ മാത്രമാണ്. ഹല്ലേലൂയ. എന്തു പറയുവാനും, എന്തപേക്ഷിക്കുവാനും, എന്ത് കാര്യങ്ങളുടെ മധ്യത്തിലും ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. പ്രിയ മക്കളെ, നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറാണോ? തീർച്ചയായും അപ്പനും നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. നോക്കൂ, നമ്മളെ വിടുവിക്കുന്ന അപ്പച്ചനാ. നമ്മുടെ ഏത് ദുഃഖവേളയിലും, ഏത് പ്രയാസഘട്ടങ്ങളിലും ഹല്ലേലൂയ തരണം ചെയ്യുവാൻ കഴിയാതെ നമ്മൾ ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരത്തോടിരിക്കുമ്പോൾ അവിടേക്കെല്ലാം കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്ന നല്ലൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് ഹല്ലേലൂയ ഒരു കുരുടനെ കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായം 35-ാം വാക്യത്തിലും, അതുപോലെ തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും അത് കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 47 മുതലുള്ള വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ. അതായത് യേശുക്രിസ്തു ഹല്ലേലൂയ എരികോവിൽ കൂടെ അങ്ങനെ പോകുമ്പോഴാ ഒരു കുരുടൻ ആ വഴിയരികിൽ ഇരുന്ന് അതായത് ഭിക്ഷാടനം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുവഴി യേശുപ്പൻ പോകുന്നെന്ന് അവൻ കേട്ടപ്പോൾ ഹല്ലേലൂയ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ. പലരും പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, നിനക്ക് ഹല്ലേലൂയ അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് അവനെ ശാസിക്കുക. പക്ഷെ അവൻ ഇത് കേട്ടപ്പോഴെന്താ? ഏറ്റവും അധികം നിലവിളിച്ചു എന്നാ എഴുതിയേക്കുന്നത്. പ്രിയ മക്കളെ, ഏറ്റവും അധികം നിലവിളിക്കുവാനും ആരുടെ മധ്യത്തിലാണ്? നമ്മുടെ അപ്പന്റെ മധ്യത്തിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പനോട് മാത്രം പറഞ്ഞെങ്കിലേ ആ നിലവിളി അപ്പൻ മാത്രമേ കേൾക്കത്തുള്ളൂ. മറ്റുള്ളവരെല്ലാം ശാസിക്കും, നീ എന്തിനാ നിലവിളിക്കുന്നത്, നിനക്ക് ഇത്രയേ ഒക്കത്തുള്ളൂ, നിന്റെ ഇതിനൊരു വിടുതല് അനുഭവിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ശാസിക്കും. പക്ഷേ യേശുപ്പച്ച എന്താ ചെയ്തതെന്നറിയാമോ? ഹല്ലേലൂയ. ഇവന്റെ നിലവിളി കേട്ടപ്പോൾ പറഞ്ഞു, യേശു നിന്നവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. നോക്കൂ, നിലവിളി കേൾക്കുന്ന അപ്പച്ചൻ ഹല്ലേലൂയ ആര് നിലവിളിക്കുന്നുവോ അവരുടെ അടുക്കലേക്കും വരും, അവരെ അപ്പച്ചന്റെ അടുക്കലേക്കും കൊണ്ടുവരും. ഹല്ലേലൂയ. ഏത് വിധേനയും ആ നിലവിളിക്കപ്പൻ മറുപടി നൽകി തരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പലരും നോക്കൂ, ഇവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കേ. ഹല്ലേലൂയ. ഇത്രയും ജനങ്ങൾ പോകുക, യേശുപ്പന് വേറെ കാര്യങ്ങൾ എല്ലാവരുടെയും വിഷയത്തിലൊക്കെ ചെയ്തുകൊണ്ട് സൗഖ്യമൊക്കെ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളും നടക്കുക, നീ എന്തിനാ ഈ കിടന്ന് ഹല്ലേലൂയ നിലവിളിക്കുന്നേ? പ്രിയ മക്കളെ, ആവശ്യക്കാരനാ നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അറിയാം, എൻ്റെ അപ്പന്റെ അടുക്കൽ വരുവാണെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടും. ഇവൻ കുരുടനാണെങ്കിലും അപ്പനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൻ സൗഖ്യമാക്കുന്നതാണെന്ന് അവൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. കാണാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ കേൾവിക്കൊന്നും ഇവനൊരു കുറവുമില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇന്നെന്താ, കേൾക്കാനും കാണാനും എല്ലാം പറ്റും, പക്ഷേ അവർ അനങ്ങാഭൂതം പോലെ ഇരിക്കുക. പക്ഷെ യേശുപ്പന്റെ അടുക്കലേക്ക് നീ ഒന്ന് കടന്നു വാ. നിനക്കെല്ലാം തന്നത് അപ്പനല്ലേ? അപ്പന്റെ സന്നിധി നീ ഒന്ന് കടന്നു വാ, അപ്പൻ നിന്നെ വിടുവിക്കും. ഏത് നിലവിളിയും കേൾക്കുവാൻ അപ്പൻ ശക്തനാ. പ്രിയ മക്കളെ, നോക്ക്, ഈ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. നിലവിളിക്കുക. ഹല്ലേലൂയ. നിലവിളിക്ക് മറുപടി ഉണ്ട്. പ്രിയ മക്കളെ, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന കർത്താവാ. ഇന്ന് ഏത് വിഷയത്തിന് മധ്യത്തിൽ നിങ്ങൾ നിലവിളിക്കുന്നോ, നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്നുവോ, അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. കഴിഞ്ഞ നാളുകളിൽ നിലവിളിച്ച വിഷയം അപ്പൻ കാണാതിരിക്കുകയല്ല,
അപ്പനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന അപ്പനാ. ആ അപ്പച്ചന്റെ വലങ്കരങ്ങളിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ? അപ്പന്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് വരാമോ? ഹല്ലേലൂയ. സമയത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാമോ? പ്രിയ ദൈവമക്കളെ, മറുപടി കിട്ടും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, അവനെ വിളിച്ചു, അവനെ അപ്പന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അപ്പൻ ചോദിക്കാ, ഹല്ലേലൂയ, നിനക്ക് എന്തു വേണം? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അവന്റെ വേണ്ടുന്നത് അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് പലരും പലതും മടിച്ചിരിക്കുക അപ്പനോട് ചോദിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കേണ്ടവന്റെ അടുക്ക പോയി അങ്ങ് ചോദിക്ക്. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ നല്ല, പ്രിയ മക്കളെ, അപ്പന്റെ മുമ്പിൽ നമുക്കങ്ങ് ചോദിക്കാം. അപ്പച്ചനോട് നമ്മുടെ ആവശ്യങ്ങൾ വെക്കാം. ഇവൻ പറയാ, എനിക്ക് കാഴ്ച കിട്ടണം. യേശു അവനോട് കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. പ്രിയ മക്കളെ, പിന്നത്തേക്കൊന്നും മാറ്റി വെക്കുകയല്ല, ക്ഷണത്തിലാ വിടുതൽ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അപ്പനെ വിശ്വസിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എങ്കിൽ ക്ഷണത്തിലാ വിടുതല്. ഇന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറല്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടും. നിങ്ങളൊന്ന് അപ്പന്റെ സന്നിധി ഒന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയം ഏൽപ്പിക്കുക. എൻ്റെ അപ്പന്റെ സന്നിധി വന്നാൽ എനിക്ക് ഈ വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് വാ. അവിടുന്ന് വിടുതൽ തരുന്ന അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. ഹല്ലേലൂയ. ഇന്ന് തയ്യാറാണോ നിങ്ങൾ? ഇന്ന് അപ്പന്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയം വയ്ക്കാൻ തയ്യാറാണോ? എങ്കിൽ അവിടെ മറുപടി ഹല്ലേലൂയ കിട്ടും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, നീ ഹല്ലേലൂയ കാഴ്ച പ്രാപിക്ക. ഹല്ലേലൂയ. നോക്കൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഇവൻ പിന്നെ വിടുതൽ കിട്ടിയെന്നും പറഞ്ഞ് ഹല്ലേലൂയ അവൻ അവന്റെ വീട്ടിലോട്ടല്ല പോയത്. അവൻ എന്ത് ചെയ്തു? അപ്പന്റെ പിന്നാലെ പോവാ. ഈ അപ്പൻ എന്നെ വിടുവിച്ച്, എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ച്. ഹല്ലേലൂയ. മഹത്വം കൊടുക്കുക. യേശുപ്പന് മഹത്വം കൊടുക്കുക. ഇവിടെ പറഞ്ഞെന്താ? നമ്മൾ വാക്യം വായിച്ച എന്താ? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രീതി മക്കളെ, ഇവൻ കാഴ്ച കിട്ടിയിട്ട് അപ്പന്റെ പുറകെ പോവാ, അപ്പനെ മഹത്വീകരിച്ചുകൊണ്ട്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മൾ അടങ്ങിയിരിക്കുവാനുള്ളവരല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ അപ്പന്റെ സന്നിധി വയ്ക്ക്. വിടുവിക്കുന്ന അപ്പന്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീട്ടും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. വിടുതൽ കിട്ടിയിട്ട് നിങ്ങളെ ഭവനത്തിൽ ഇരിക്കാവുന്നവരായിട്ടല്ല, എൻ്റെ യേശു വലിയവനെന്ന് പറയുവാൻ, എൻ്റെ അപ്പൻ സൗഖ്യദായകനാ, സകലത്തിലും ഹല്ലേലൂയ മറുപടി തരുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. അത് സാക്ഷീകരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടി അപ്പൻ തരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് കാഴ്ചയുടെ മുന്നോട്ട് വയ്ക്കാം. അപ്പൻ നമ്മളെ സഹായിക്കും. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ഏതെല്ലാം വിഷയത്തിന്മേൽ ഹല്ലേലൂയ അവർ അപ്പനോട് കരയുന്നോ, അതിന്മേൽ ദൈവമേ ഈ ദിവസങ്ങളിൽ വിശ്വാസം വർദ്ധിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി അവരിൽ കാണുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ വിഷയത്തിന്മേലും ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം, സ്തോത്രം. മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ഹല്ലേലൂയ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടാം. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ദൈവസന്നെ ഏൽപ്പിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.